നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇറാന്റെ ആണവ പരിപാടികൾ വീണ്ടും ചർച്ചയാവുകയാണ്. നേരത്തെ അമേരിക്ക പരമാവധി ശ്രമിച്ചു നോക്കി ഇറാനെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി. എന്നാൽ അമേരിക്കയെ പൂർണ്ണമായും ഇറാൻ തള്ളിക്കളഞ്ഞു. ഇനി ഒരു ചർച്ചയ്ക്കും സാധ്യതയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ എങ്ങനെ മുന്നോട്ട് പോകണം, യുറേനിയം സമ്പുഷ്ടീകരിക്കണോ, ആണവ പരിപാടികളുമായി മുന്നോട്ട് പോകണോ, ഇക്കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് ഇറാൻ തന്നെയാണ്, അമേരിക്കയല്ല. അമേരിക്കയെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും, ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി നോക്കി. ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പേരുകേട്ട ചില മാധ്യമങ്ങൾ ഇന്ന് ആക്രമിക്കും, നാളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പുറത്തുവിട്ടു. എന്നാൽ ഈ സമയങ്ങളിലൊന്നും ഇറാൻ ഒട്ടും കൂസലില്ലാതെ മുന്നോട്ട് പോയി. ഏറ്റവും അവസാനം ഇസ്രായേലിനെ വെട്ടിലാക്കുന്ന ചില നീക്കങ്ങൾ ഇറാൻ നടത്തി. ആ നീക്കങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ ഇറാന് കഴിഞ്ഞു. അതായത് ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തി. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഭയപ്പെടുത്തുകയാണ്. അതായത് നിങ്ങളുടെ ആണവ രഹസ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടും, നിങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടും. ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ തിരിച്ചടി ഉണ്ടാകും, അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന ഒരു ഭീഷണി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ്. അതായത് ആദ്യം ഇസ്രായേലാണ് ഇറാനെ ഭയപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയാണ് ഭയപ്പെടുത്തിയത്. അതുപോലെ തന്നെ വിവിധ ലോകരാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ, റഷ്യയുടേത് ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് ഏജൻസികൾ ഇസ്രായേലിന്റെ ആക്രമണം ഉടൻ ഉണ്ടാകും എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ശരിക്കും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടാകുമോ എന്ന ഭയം ഇസ്രായേലിനെ വേട്ടയാടുകയാണ്. ഏറ്റവും അവസാനം ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്തതാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്തതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. അതായത് ഇറാനകത്ത് 8ഓളം ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ റഷ്യ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇറാന്റെ ഒരു വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. എന്തായാലും ഈ വാർത്ത ശരിയാണ് എന്ന് ഇറാൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. റഷ്യയുടെ ഈ ഒരു നീക്കത്തിന് തടയിടാൻ കഴിയാതെ ഇസ്രായേലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന നീക്കങ്ങൾ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലിനകത്തൊരു കാട്ടുതീ പ്രത്യക്ഷപ്പെട്ടു. ഈ കാട്ടുതീ അണക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കാട്ടുതീ ഒരുപാട് പണിപ്പെട്ടാണ് ഇസ്രായേൽ അണച്ചത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ വീണ്ടും കാട്ടുതീ വിഴുങ്ങുന്നു എന്നൊഒരു വാർത്ത ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാലും ആ വാർത്ത പുറത്തു വരുന്ന സമയത്ത് ആ കാട്ടുതീ അണയ്ക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. 8ഓളം വിമാനങ്ങൾ ഉൾപ്പെടുന്ന 32ഓളം അഗ്നിശമന സേനാ യൂണിറ്റുകൾ തീ കെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു. തീ കെടുത്താൻ ഇസ്രായേലിന് കഴിയുന്നില്ല. ജെറുസലേമിന് സമീപമാണ് കാട്ടുതീ പ്രത്യക്ഷപ്പെട്ടത്. ജെറുസലേമിന് സമീപം കാട്ടുതീ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി നിരവധി വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നു. സമീപ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ നിന്നും ആളുകളെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇസ്രായേലിനെ വിറപ്പിക്കും രീതിയിൽ തന്നെയാണ് ഈ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് എന്ന വാർത്തയാണ് ഇന്നലെ ഹിന്ദുസ്ഥാൻ ടൈംസ് പുറത്തുവിട്ടത്. എന്തായാലും ഈ കാട്ടുതീക്ക് പുറകിൽ പ്രവർത്തിച്ചത് ഹൂത്തികളാണ് എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. കാട്ടുതീ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അപായ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങിയിരുന്നു. ഹൂത്തികളുടെ ധീരമായിട്ടുള്ള ഒരു ആക്രമണവും ഈ സമയത്തുണ്ടായി. ഹൂത്തികളുടെ മിസൈൽ പതിച്ചാണ് കാട്ടുതീ പടർന്നു പിടിച്ചത് എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഇസ്രായേൽ വല്ലാതെ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു. അമേരിക്ക വല്ലാത്ത ഒരു പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു. അതായത് റഷ്യയുടെ ചില നീക്കങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഹൂത്തികളെ നിയന്ത്രിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. ഹൂത്തികളുടെ ആക്രമണം ഏത് രീതിയിലായിരിക്കും, ഏത് പ്രദേശത്ത് വന്ന് പതിക്കും എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഇസ്രായേലിനില്ല. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാട്ടുതീ, അതിന് പുറകിൽ പ്രവർത്തിച്ചത് ഹൂത്തികളാണെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.